Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യയുടെ ഒരു ടേസ്റ്റി വിഭവമായ കിച്ചടിയാണ്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളരിക്കയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ, ഇത്ര വലുപ്പമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ കിച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയേണ്ടത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വെള്ളരിക്ക മൊത്തം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ വെള്ളരിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഇനി നമുക്ക് കിച്ചടിയുടെ കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ മാത്രമായിട്ടൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രമാണ് അരച്ചത്. അത്യാവശ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 1/4 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, കളറൊക്കെ മാറി ലൈറ്റ് പച്ച പോലത്തെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. വെള്ളവും അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ ചെയ്തപ്പോൾ ഫ്ലെയിം ഓൺ അല്ലായിരുന്നു. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കിച്ചടി ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുവറുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. കടുകൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. 2 കൊത്ത് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ കടുവറുത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കുക. കാരണം ഇത് തണുത്താൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് തണുക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. കിച്ചടി ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തൈര് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആ തൈരിനുള്ള പുളി അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കിച്ചടി, വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. സദ്യക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഈ വെള്ളരിക്ക കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.